തിരുവനന്തപുരത്ത് നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള വിമാനങ്ങളുടെ ഷെഡ്യൂൾഡ് സർവീസുകൾ പുനരാരംഭിക്കാത്തത് പ്രവാസികളായ യാത്രക്കാരെ വലയ്ക്കുന്നു. അതേസമയം ടിക്കറ്റ് കരിഞ്ചന്തയും യാത്രക്കാരെ മുതലെടുക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള വിമാനങ്ങളുടെ ഷെഡ്യൂൾഡ് സർവീസുകൾ പുനരാരംഭിക്കാത്തത് പ്രവാസികളായ യാത്രക്കാരെ കൂടുതൽ വലയ്ക്കുകയാണ്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ റദ്ദാക്കിയ എയർ ഇന്ത്യ എക്സ്പ്രസ്, ഗൾഫ് എയർ, ഖത്തർ എയർവേസ്, കുവൈറ്റ് എയർവേസ്, ഇൻഡിഗോ, ഒമാൻ എയർവേസ് തുടങ്ങിയ കമ്പനികളുടെ ഷെഡ്യൂൾഡ് സർവീസുകളാണ് ഇതുവരേക്കും പുനരാരംഭിക്കാത്തത്. അതേസമയം ഇവയ്ക്കൊപ്പം റദ്ദാക്കിയ എയർ അറേബ്യയും എമിറേറ്റ്സ് എയർലൈൻസും അൽ ജസീറയും ഷെഡ്യൂൾഡ് സർവീസുകൾ പുനരാരംഭിച്ചിട്ടുണ്ട്. അവസരം മുതലാക്കി ഷെഡ്യൂൾഡ് സർവീസുകൾ നടത്തുന്ന വിമാന കമ്പനികൾ ഭീമമായ ടിക്കറ്റ് നിരക്ക് ഈടാക്കുന്നുവെന്ന പരാതിയും ഉയരുകയാണ്. കുവൈറ്റിലേക്ക് ആഴ്ചയിൽ 3 ദിവസം ഷെഡ്യൂൾഡ് സർവീസ് നടത്തുന്ന അൽ ജസീറ ഈടാക്കുന്നത് 90,000 രൂപയാണ്. ദുബായിലേക്ക് എമിറേറ്റ്സ് ഈടാക്കുന്നത് 78,000 രൂപയും. ഷെഡ്യൂൾ വിമാനങ്ങൾ റദ്ദാക്കുന്ന വിവരം അവസാന നിമിഷത്തിലാണ് യാത്രക്കാരെ അറിയിക്കുന്നതെന്നും പരാതിയുണ്ട്. ടിക്കറ്റ് റീഫണ്ടിന് 1 മാസം വരെ കാത്തിരിക്കേണ്ടി വരുന്ന സാഹചര്യവുമുണ്ട്. ഷെഡ്യൂൾ വിമാനങ്ങളിൽ ഗ്രൂപ്പ് ടിക്കറ്റ് എന്ന പേരിൽ ഒന്നിച്ച് ബുക്ക് ചെയ്ത ശേഷം അമിത തുക ഈടാക്കി കരിഞ്ചന്തയിൽ മറച്ചു വിൽപ്പന നടത്തുന്ന സംഘം സജീവമെന്ന ആക്ഷേപവും ഇതോടൊപ്പം ഉയരുകയാണ്. പല ഷെഡ്യൂൾ സർവീസുകളും റദ്ദാക്കുന്നത് മുതലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു നീക്കം. ഷെഡ്യൂൾ സർവീസുകൾ നടത്തുന്ന എയർലൈനുകളിൽ നിന്ന് എങ്ങനെയും ടിക്കറ്റ് സംഘടിപ്പിക്കാൻ ശ്രമിക്കുന്ന യാത്രക്കാരെയാണ് ഈ കരിഞ്ചന്തക്കാർ മുതലെടുക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.